കരസേനാ മേധാവിയെ സന്ദർശിച്ച മോഹൻലാൽ ഡൽഹിയിലെ പ്രതിരോധ മന്ത്രാലയത്തിൽ വച്ചാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായി മോഹൻലാൽ കൂടിക്കാഴ്ച നടത്തിയത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ലഫ്റ്റനന്റ് കേണൽ മോഹൻലാലിന് കരസേനയുടെ ആദരം ജനറൽ ഉപേന്ദ്ര ദ്വിവേദി സമ്മാനിച്ചു. ഒരു ഓണർ, ഇറ്റ്സ് ലൈക്ക് എൻ ഓണർ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും അതിന് വൺ ഓഫ് ദ റീസൺസ് ആണ്. പിന്നെ 16 ഇയേഴ്സായി ഞാൻ ടി എ ബറ്റാലിയനിൽ ചേർന്നിട്ട്. ആൻഡ് വി ഹാവ് ഡൺ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പബ്ലിക്കിന് അറിയാവുന്ന കാര്യങ്ങളും അറിയാത്ത കാര്യങ്ങളും അത് നമുക്ക് കുറച്ചുകൂടെ എഫിഷ്യൻ്റായിട്ട് എങ്ങനെ ടി എ പ്രൊമോട്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളായിരുന്നു. സോ കുറേ പ്ലാൻസ് ഉണ്ട്. വി ഹാവ് ലോട്ട് ഓഫ് പ്ലാൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ബട്ട് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ സിറ്റിസൺ അല്ലെങ്കിൽ പുതിയ തലമുറയുടെ പാർട്ടിസിപ്പേഷനും കൂടെ ഹൗ വി ക്യാൻ ഇൻക്ലൂഡഡ് ഇൻ ടി എ ബറ്റാലിയൻ എന്നുള്ള കാര്യമായിരുന്നു. ഇറ്റ്സ് എ പ്രോജക്റ്റ്, സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബാലു, അഭിമാനകരമായൊരു മുഹൂർത്തം. ഉച്ചയ്ക്കാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന സൗത്ത് ബ്ലോക്കിൽ എത്തി മോഹൻലാൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. നേരത്തെ ടെറിട്ടോറിയൽ ആർമിയിലെ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാലിന് ഈ കരസേന ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ആദരം നൽകുകയായിരുന്നു. കരസേനാ മേധാവി ഇത് സംബന്ധിച്ച സേന ഈ ആദരവ് കൈമാറുകയും ചെയ്തു. തുടർന്ന് ഇരുവരും ഈ മോഹൻലാൽ പ്രത്യേക ഉച്ചയൂണ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം മോഹൻലാൽ പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കവേ കഴിഞ്ഞ 16 വർഷമായി സേനയുമായി ഉള്ള തന്റെ ബന്ധത്തെ സംബന്ധിച്ചുള്ള തന്റെ ബന്ധം ഏതാണ്ട് 16 വർഷത്തോളമായി നീണ്ടു നിൽക്കുകയാണെന്നും രാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്യാൻ വേണ്ടി കഴിയുമെന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കരസേനാ മേധാവിയുമായി നടത്തിയതായും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കുകയും ചെയ്തു. ഈ കരസേനാ മേധാവി ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് ലഭിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇത്തരമൊരു ആദരം നൽകിയതെന്നാണ് ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. കരസേനാ മേധാവിയെ സന്ദർശിക്കുകയാണ് മോഹൻലാൽ. അദ്ദേഹത്തിന്റെ പ്രതികരണം ഉൾപ്പെടെയാണ് കണ്ടത്. ബി ബാലഗോപാലാണ് ആ വാർത്ത ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.